നിങ്ങളെ രൂപത്തിലേക്ക് അല്ലാഹു നോക്കുന്നേ ഇല്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ തടിച്ചാലും മെലിഞ്ഞാലും കറുത്താലും വെളുത്താലും ചുവന്നാലും ഇതൊന്നും അള്ളാഹന്റെ പരിഗണനയിലില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അത്തഖ്വാ ഹുനാ അത്തഖ്വാ ഹുനാ അത്തഖ്വാ ഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. 3 തവണ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. കൽവാണ് ശുദ്ധിയാകേണ്ടത്. റമദാനല്ലേ വരാൻ പോകുന്നത്. ഓ സഹോദരങ്ങളെ, റമദാനെ സ്വീകരിക്കാൻ ഏറ്റവും കാര്യമായി വേണ്ടത് മനസ്സിന്റെ ശുദ്ധിയാണ്. നിർത്തുന്നു, ഞാൻ ഒരു ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചെറിയ കാലത്ത് സംസാരപ്രായമാകാത്ത സമയത്ത് സംസാരിച്ച കുട്ടികളുടെ അത്ഭുതകരമായ സംസാരം പറയുന്ന ഹദീസിന്റെ ഒരു ഭാഗമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പെണ്ണ് അവളുടെ കുട്ടിക്ക് മുല കൊടുക്കുകയാണ്. ഒരു ഉമ്മ കുഞ്ഞിന് മുല കൊടുക്കുകയാണ്. ചെറിയ പ്രായമുള്ള മോനാണ്, മുല കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ നാട്ടിലെ വലിയ ഒരു സമ്പന്നനായ ഒരു നാടുവാഴി അധികാരമുള്ള ഒരാൾ ആ ഉമ്മന്റെ മുമ്പൂടെ ഇങ്ങനെ പോവുകയാണ്, വാഹനപ്പുറത്ത് പോവുകയാണ്. ആളുകളെല്ലാവരും അയാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആളുകളെല്ലാവരും ബഹുമാനിക്കുകയാണ്. ആളുകളെല്ലാവരും വലിയ ഭവ്യത കാണിക്കുകയാണ്. ഒരു വലിയ പൈസക്കാരൻ നമ്മളെ നാട്ടിലേക്ക് എത്തി, നമ്മളെല്ലാം എഴുന്നേറ്റ് പോലെ, നമ്മളെല്ലാം ഫോട്ടോ എടുക്കാൻ പോകൂലേ? MA യൂസുഫ് അലി വന്ന നിങ്ങളെല്ലാം ഒരു സെൽഫി എടുക്കാൻ നിൽക്കൂലേ? ആ എടുക്കും. വലിയൊരു പൈസക്കാരൻ വന്നാൽ ആളൊന്ന് ബഹുമാനിച്ചു പോകും. വലിയ ബഹുമാനം കിട്ടുകയാണ് ഒരാൾക്ക്. അത് കണ്ടപ്പോ ആളുകളെല്ലാവരും ഇയാളെ ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ ഈ ഉമ്മ ദ്വാരക്കാണ്, അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ല ഹാദാ. അല്ലാഹുവേ, എന്റെ മകനെ ഇയാളെ പോലെ ആക്കണേ അല്ലാ. നാട്ടിൽ അധികാരമുള്ള, സ്വാധീനമുള്ള, ജനങ്ങളൊക്കെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല പവറുള്ള ഒരാളെ കാണുമ്പം പറയാണ്, ഇയാളെ പോലെ എന്റെ മോനെ ആക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്, അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി ഖാല അല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. വലിയ പണക്കാരനായ ഖാറൂൻ അയാളെ പ്രതാപത്തിലും പ്രൗഢിയിലും ഇങ്ങനെ നടക്കുമ്പോ ദുനിയാവാണെല്ലാം എന്ന് ചിന്തിച്ച സാധുക്കൾ പറയാണ്, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഖാറൂന് കൊടുത്ത പോലെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു. അല്ലാഹ്, ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. ഇയാള് വലിയ ഭാഗ്യമുള്ള ആളാണല്ലോ അല്ലാഹ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലകും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹൻ വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ. അത്യാവശ്യം ബോധമുള്ള ആൾ, അല്ലാഹുവിനെ കുറിച്ച് പേടിയുള്ളയാൾ, ഇൽമുള്ള ആൾ പറയാണ്, ഇവരിങ്ങനെ ജനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വൈലക്കും നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈർ, അല്ലാഹ് തരുന്നത് അല്ലാഹുവിന്റെ അടുക്കലുള്ളത് ഏറ്റവും ഖൈറാണ്, സ്വർഗം. ലിമൻ ആമന വഅമില സ്വാലിഹാ, അല്ലാഹുവിനെ വിശ്വസിച്ച് നല്ലത് പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകളില്ലേ, അവർക്ക് അല്ലാഹുവിങ്കൽ ഖൈറായ സവാബുണ്ട്. വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ. ക്ഷമിക്കുന്നവർക്കല്ലാതെ ആ സ്വർഗം കിട്ടൂല, അല്ലെങ്കിൽ ക്ഷമിക്കുന്നവർക്കല്ലാതെ ഖൈർ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയൂല. 2 തഫ്സീറും അതിനുണ്ട്. നല്ല ക്ഷമ വേണേ നോമ്പെടുക്കാൻ, ഖുർആൻ ഓതണമെങ്കിൽ നല്ല ക്ഷമ വേണേ, സ്വതക്ക ചെയ്യണമെങ്കിലും നല്ല ക്ഷമ വേണേ. അള്ളാഹുവിൻ്റെ ഏത് നിഅമത്തും സ്വീകരിച്ച് അള്ളാഹിൻ്റെതാണ് എന്ന് കരുതണമെങ്കിൽ ഖൽബിൽ നല്ല ക്ഷമ വേണ്ടതുണ്ടേ. ആ ക്ഷമയുള്ളവർക്കാണ് ആഖിറത്തിൽ വിജയം, സ്വർഗം. ഇരിക്കട്ടെ സഹോദരങ്ങളെ,
ദുനിയാവിന്റെ പ്രകൃതിയാണത്. ഒരു സന്തോഷം കാണും, ഇതുപോലെ ആകണേ അല്ലാ എന്ന് ചിന്തിക്കലുണ്ട്. ഈ ഉമ്മ ദ്വാരക്കുന്ന അല്ലാഹുമ്മ ജലിബ്നി മിസ്ല ഹാദാ, ഇയാളെ പോലെ എൻ്റെ മോനെ ആക്കണേ അല്ലാ. സുബ്ഹാനല്ലാഹ്. സംസാര പ്രായമാകാത്ത കുഞ്ഞ്, ഉമ്മാന്റെ മുല കുടിക്കണ കുഞ്ഞ്, ആ കുഞ്ഞുമ്മാന്റെ മടിയിൽ നിന്ന് തന്നെ ഈ പോകുന്ന ഉമ്മ ദ്വാരക്കാൻ കാരണക്കാരനായ ആളില്ലേ, അയാൾ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഈ മോൻ ദ്വാരക്കുന്ന അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ല ഹാദാ, അല്ലാഹുവേ എന്നെ ഇയാളെ പോലെ ആക്കല്ലേ അല്ലാ. സംസാരിക്കാൻ പ്രായമാകാത്ത മോനാണ് അത്ഭുതകരമായി ഉമ്മ ദ്വാരത്തിനെതിരെ ദ്വാരക്കുന്നത്. അല്ലാഹുവേ എന്നെ ഇയാളെ പോലെ ആക്കല്ലേ അല്ലാ. ഉമ്മാന്റെ കൽബ് കത്തുകയാണ്. ഉമ്മാക്ക് ഭയങ്കര സങ്കടമായി പോവുകയാണ്. എന്റെ മോൻ നന്നാകാനല്ലേ ദ്വാരുന്നത് എന്ന് ഉമ്മ ചിന്തിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഒരു അടിമ സ്ത്രീയുണ്ട്, കുറെ ആളുകൾ വലിച്ചു കൊണ്ടുവരികയാണ്. അവര് ചാട്ടവാറും അല്ലാത്തതും കൊണ്ടൊക്കെ അടിക്കുകയാണ്. ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട്. ആളുകളൊക്കെ ചീത്ത വിളിക്കുകയാണ്. ആളുകൾ പറയുന്നവള് കള്ളിയാണ്, ഇവള് കള്ളിയാണ്, ഇവള് വ്യഭിചരിച്ചിട്ടുണ്ട്, വേശ്യയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ആളുകൾ മുഴുവനും വഷളാക്കിക്കൊണ്ട് ഒരടിമ സ്ത്രീയെ ജനമധ്യത്തിലേക്ക് കുറെ ആളുകൾ കൂടി വലിച്ചിങ്ങനെ കൊണ്ടുവരുമ്പോ കൽബ് കത്തിപ്പോയ ഈ ഉമ്മ, കുഞ്ഞിന് മുല കൊടുക്കുന്ന ഉമ്മ, ഇത് കണ്ടപ്പോ അല്ലാഹുവിനോട് ദ്വാരക്കാണ്. അല്ലാഹുമ്മ ലാ തജ്അലിബ്നി മിസ്ല ഹാദി, അല്ലാഹുവേ എൻ്റെ ഈ പൊന്നുമോനെ ഇവളെ പോലെ ആക്കല്ലേ അല്ലാ. എന്റെ മോനെ ഇവളെ പോലെയാക്കല്ലേ അല്ലാ. ജനങ്ങളിടയിൽ അപമതിക്കപ്പെടുന്ന, ആക്ഷേപിക്കപ്പെടുന്ന ഒരവസ്ഥയിലാക്കല്ലേ അല്ലാ. ഇതങ്ങ് കേട്ടപ്പോ ഈ മോൻ ഈ അടിമ സ്ത്രീയിലേക്ക് നോക്കാണ്. ഈ മുല കുടിക്കണ പൈതല് ഈ അടിമ സ്ത്രീയിലേക്ക് നോക്കിക്കൊണ്ട് ഈ പൊന്നുമോൻ ദ്വാരക്കാണ്. അല്ലാഹുമ്മ ജഅൽനി മിസ്ല ഹാദിഹി, അല്ലാഹുവേ എന്നെ ഈ പെണ്ണുങ്ങളെ പോലെ ആക്കണേ അല്ലാ. ഈ ഉമ്മാക്ക് വലിയ സങ്കടമായി പോയി. ഈ ഉമ്മ ചോദിക്കുന്ന, നല്ല പൊന്നുമോനെ, നാട്ടിൽ പേരും പ്രശസ്തിയും അധികാരവും ഗർവമുള്ള പത്രാസും ഇസ്സത്തുമുള്ള ഒരാൾ, അയാളെ പോലെ എൻ്റെ മോനെ ആക്കണേ അല്ലാന്ന് ദ്വാരുന്നപ്പോ നീ പറയുന്ന അങ്ങനെ ആക്കരുതേ അല്ലാന്ന്. ആളുകളൊക്കെയും വലിച്ച് ആക്ഷേപിച്ചിട്ട് അടിച്ച് തുടിച്ച് വ്യഭിചാരിണിയാണ്, അതുപോലെ വേശ്യയാണ്, കള്ളിയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വലിച്ച് അടിച്ചു കൊണ്ടുവരുന്ന ചോരയൊഴുകുന്ന നിന്യാക്കപ്പെട്ട ഒരു പെണ്ണ് നോക്കിയിട്ട് എൻ്റെ മോനെ അതുപോലെ ആക്കല്ലേ അല്ലാന്ന് ദ്വാരുന്നപ്പോ നീ പറയുന്ന അങ്ങനെ ആക്കണമെന്ന്. ഇതിന്റെ പൊരുളെന്താണ് പൊന്നുമോനെ? ആ സമയത്ത് ഈ ചെറിയ പൈതല്, സംസാരപ്രായമാകാത്ത പൈതല് ഉമ്മാനോട് പറയുന്നു, യാ ഉമ്മത്താ ഇന്നറാക്കിബല്ലദീ മർറബികി ജബ്ബാർ. ഉമ്മാന്റെ അടുത്തൂടെ നടന്നുപോയ ഈ മനുഷ്യനില്ലേ, വാഹനപ്പുറത്ത് പോയ ആളില്ലേ, ആളുകളൊക്കെ ബഹുമാനിച്ച വലിയ പവർ കാണിച്ച ഈ മനുഷ്യനില്ലേ, ഇയാള് വലിയ കിബറനാണ് ഉമ്മാ. അയാളെ കൽബ് ശരിയില്ല, അയാളെ കൽബിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല. അയാള് വലിയ മുതകബ്ബിറാണ്, അയാള് ജബ്ബാറാണ് ഉമ്മ. അയാളെ കൽബ് ശരിയില്ല. ഫദഉതില്ലാഹ അൻ യജഅലനി മിസ്ല ഫഖുൽതു അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ല. അയാളെ നോക്കിയിട്ടാണ് ഉമ്മ നിങ്ങൾ അയാളെ പോലെ ആകണേ എന്ന് ദ്വാരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആക്കരുതേ എന്ന് ഞാൻ ദ്വാരുന്നത്. അതേ സമയത്ത് ഉമ്മ ഈ പെണ്ണില്ലേ, ആ പെണ്ണിനെ സംബന്ധിച്ചിട്ട് ആളുകൾ പറയുന്നവള് കട്ടിട്ടുണ്ട് എന്നാണ്. അതേ സമയത്ത് അവള് കട്ടിട്ടില്ല, അവള് വ്യഭിചരിച്ചിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. അവള് വ്യഭിചരിച്ചിട്ടില്ല ഉമ്മ. ആളുകൾ വെറുതെ ആക്ഷേപം പറഞ്ഞ് അടിച്ച് കൊണ്ടുവരികയാണ്. അവള് കള്ളിയല്ല, അവള് വ്യഭിചരിച്ചിട്ടില്ല. ആളുകളെല്ലാവരും ചീത്ത വിളിക്കുമ്പോഴും അടിക്കുമ്പോഴും ശരീരം വേദനിക്കുമ്പോഴും വഹിയ തഖൂലു ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ്. ആളുകളെല്ലാവരും ആക്ഷേപിക്കുമ്പോൾ അടിക്കുമ്പോഴും അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി.
എനിക്കെന്റെ റബ്ബ് മതിയായവനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ്. അവളെ കൽബിലേക്ക് അള്ളാന്റെ നോട്ടമുണ്ട് ഉമ്മ. ആ പെണ്ണുങ്ങളെ കൽബ് ശുദ്ധമാണ് ഉമ്മ. നിങ്ങൾ ലാഹിർ നോക്കിയിട്ട് ആ പെണ്ണുങ്ങളെ പ്രയാസം കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ആകരുത് എന്ന് ദ്വാരുന്നതാണ്. ഞാൻ ആ പെണ്ണിന്റെ കൽബിലേക്ക് നോക്കിയിട്ട് ഇതുപോലെ ആകണമെന്ന് ദ്വാരുന്നതാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, ഭൗതികമായ സാഹചര്യങ്ങളൊക്കെയും തീർന്നു പോകുന്നതാണ്. തീരാത്തൊരു ലോകമെന്ന് പറയുന്നത് അനന്തവും അത്യുന്നതവുമായ ഒരു ലോകമാണ്. ആ ലോകത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണല്ലോ ദുനിയാവ്. ഈ ദുനിയാവിൽ ഏറ്റവും വിളവെടുക്കാൻ പറ്റുന്ന, ഏറ്റവും നല്ല കൃഷി ഇറക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള സമയമാണ്. മഹാന്മാരെ ഭാഷ പറഞ്ഞാൽ റജബ് മാസം കൃഷി ഇറക്കേണ്ട, വിത്തിറക്കേണ്ട മാസമാണ്. ശഅബാൻ മാസം വളയിട്ട് വെള്ളമൊഴിച്ചൊന്ന് റെഡിയാക്കേണ്ട മാസമാണ്. റമദാൻ മാസം ഫലങ്ങൾ കൊയ്തെടുക്കേണ്ട മാസമാണ്. റജബ് പോയല്ലോ അല്ലാ, ശഅബാനും കണ്ണജിമാനായി പോയല്ലോ അല്ലാ. റമദാൻ അല്ലാഹു നമുക്ക് നൽകട്ടെ. റജബിലെ ബാക്കിയുള്ള സമയങ്ങളും സൂക്ഷ്മതയോടെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹ് ഭാഗ്യം നൽകട്ടെ. നാളെ വരുമെന്ന് കാത്തു നിൽക്കാതെ, നാളെ വരുമെന്ന് കാത്തു നിൽക്കാതെ, സമയം പോകുന്നതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഒരാൾ ഇങ്ങനെ പറയാണ്, ഇന്ന് തീരെ സമയം പോകുന്നില്ല. എത്ര വലിയ വിഡിത്താണത്, എത്ര വിലയുള്ളതാണ് ഈ സമയം. പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയാണ്. നാളെ 2025 ഫെബ്രുവരി 17, ഇന്ന് 16 ഫെബ്രുവരി 17 രാവിലെ ഒരു വാർത്ത കേൾക്കാണ്. നമ്മളെ ഇന്നാള് മരിച്ചുപോയി. അല്ലാഹു നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അങ്ങനെ പറയുമ്പോഴാണ് ഇത് കേൾക്കുന്ന മറ്റേ ആള് പറയുന്നത്, അല്ലാ, ഇന്നലെ വഴിക്കുന്ന കണ്ടപ്പോ മൂപ്പർ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ മൂപ്പര് പറയുന്നുണ്ടായിരുന്നു, സമയം തീരെ പോകുന്നില്ല ഇന്ന്. സത്യത്തിൽ എവിടത്തേക്ക് പോകുന്നില്ല എന്നാ മൂപ്പര് പറഞ്ഞത്. സമയം പോകുന്നില്ല എന്ന് പറഞ്ഞ മനുഷ്യനാ രാവിലെ മരിച്ചുപോയത്. ഇയാൾക്കിന് എത്രയാ സമയം ബാക്കിയുള്ളത്? നേരം വെളുക്കുമ്പോൾ അയാൾ മയ്യിത്താണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ദുനിയാവ് വളരെ പെട്ടെന്ന് തീരുന്നതാണ്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. എനിക്ക് ഈ ടാബ്, ഞാൻ ഉപയോഗിക്കുന്ന ഈ സാധനം എൻ്റെ ഒരു സ്നേഹിതൻ വാങ്ങിത്തന്നാണ്. അല്ലാഹു അദ്ദേഹത്തിന് കുടുംബത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഉപ്പ അഹ്മദ് വലിയൊരു മുഹിബ്ബാണ്. പലപ്പോഴും ഉസ്താദേ നിങ്ങളെ മദ്ഹ് റസൂൽ കേട്ടിട്ടാണ് ഉറങ്ങല് എന്ന് പറയലുണ്ട്. അല്ലാഹു നമ്മുടെ ബന്ധങ്ങൾ മുത്തുനബിയുടെ ജിബാറിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്നതാക്കി തരട്ടെ. അദ്ദേഹവും ഭാര്യയും വീട്ടിൽ ഒന്നിച്ചുറങ്ങിയതാണ്. സുബഹിക്ക് മുമ്പേ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന കുടുംബമാണ്. ഭാര്യ നേരത്തെ എഴുന്നേറ്റു. മൂപ്പരെ വിളിച്ചു നോക്കും, മൂപ്പര് എഴുന്നേൽക്കണില്ല. അപ്പൊ ക്ഷീണം കൊണ്ടായിരിക്കും. ബാങ്ക് കൊടുത്തിട്ട് വിളിക്കാമെന്ന് കരുതി പെണ്ണുങ്ങൾ അപ്പുറം പോയി വുളൂ ചെയ്തിട്ട് നിസ്കരിച്ചു. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ എപ്പോഴും ജമാഅത്തിന് പോകുന്ന അഹ്മദ് കയെ വിളിച്ചു. അപ്പോഴും എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ഒരു പേടിയായി. മക്കളെയും വിളിച്ചിട്ട് വന്നു. അവരും വിളിച്ചു, ഉപ്പാ ഉപ്പാ എന്ന് വിളിച്ചു. മൂപ്പര് എഴുന്നേൽക്കണില്ല. മക്കളും കൂടി കരച്ചിലായി. അയൽവാസികൾ അറിഞ്ഞു. 4-5 വീടപ്പുറം ഒരു ഡോക്ടറുടെ വീടുണ്ട്. അയൽവാസിയാണ്. അദ്ദേഹം ഓടി വന്നു. ഇവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറാണ് നോക്കാതെ ഓടി വന്നു. അയൽവാസിയല്ലേ, പരിശോധിച്ചിട്ട് പറഞ്ഞു, അഹ്മദ് ക നേരത്തെ പോയി കേട്ടോ. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ഞാനിത് പുസ്തകം വായിച്ച കഥ പറഞ്ഞതല്ല, ഹഖീഖത്തിൽ ഉണ്ടായ സംഗതി പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ഭർത്താവിന്റെ റൂഹും പിടിച്ച് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം പാതിരാ സമയത്ത് എവിടെയോ ഏതോ സമയത്ത് പറന്നുപോയത് ഈ ഭർത്താവിന്റെ ശരീരത്തോട് മുട്ടിക്കിടക്കുന്ന ഒരേ കിടക്കയിൽ കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല. ഇത്രയല്ലേ മനുഷ്യന്റെ മുന്നിൽ ആയുസുള്ളൂ, ഇത്രയല്ലേ നമുക്ക് ആഫിയത്തുള്ളൂ, ഇത്രയല്ലേ നമുക്ക് അഹങ്കരിക്കാൻ വകുപ്പുള്ളൂ.
സുബ്ഹാന ജല്ല ജലാലു. ഞാനൊരു സ്ഥലത്ത് കാസർഗോഡ് വഅദിന് പോയ സമയത്ത് ചിലങ്കോട് മാലിക് ദിനാർ ഉറൂസിന്റെ സമയം വഅദിന് പോയപ്പോൾ എന്നോട് കുറെ സംഘാടകർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം അവര് വന്നിട്ട് പറഞ്ഞു നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോകാം. ഏത് വീട്? ആ വീട്ടിൽ നല്ല കൊട്ടാരം പോലത്തെ വീട്. ആ വീട് നിർമ്മിച്ചിട്ട് ഏകദേശം കുടികൂടിയിട്ട് ഒരാഴ്ച ആയപ്പോ അവിടെ കുറെ ഗസ്റ്റ് വന്നു. ഭാര്യ പറഞ്ഞു ബീഫില്ല, ഫ്രിഡ്ജിൽ കഴിഞ്ഞിട്ടുണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് ഉപ്പളയിലേക്ക് പോയ ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ പിന്നെ വീട്ടിലെത്തിയത് ഡെഡ് ബോഡി മരിച്ചിട്ടാണ്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാൻ ഈ ചിലങ്കോട് റോസിന്റെ വാത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പോകുമ്പോൾ ഏശം പാതിരം അപ്പൊ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആ വീട്ടുകാർ ഉറക്കൊഴിഞ്ഞ് കാത്തിക്കാണ്. യാസീൻ ഓതിയിട്ട് അവിടുത്തെ സോഫയിൽ ഇരുന്നിട്ട് ദ്വാരക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ ഇപ്പോഴും അത് കാണുന്നു. 1.5 വയസ്സായ കുട്ടി, ആ ചെറുപ്പക്കാരന്റെ മകൾ 1.5 വയസ്സായ പെൺകുട്ടി ആരോ വാങ്ങിക്കൊടുത്ത ചേലങ്കയുള്ള ചെറിയ ദഫ്, അവളെ കൈക്ക് കണക്കായ ചെറിയ ദഫ്, ആ ദഫ് ഇങ്ങനെ മുട്ടിയിട്ട് പാട്ട് പാടുകയാണ്. 1.5 വയസ്സുകാരിയുടെ പാട്ട്. ഉപ്പക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെ ചെറിയ പൊന്നുമോൾ. ആ മക്കൾക്ക് അല്ലാഹു അനാഥത്വം അറിയാതെ ആ മക്കളെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇതൊരു ചതിവിന്റെ ലോകമാണെന്ന് തിരിച്ചറിയാനാണ് ഞാൻ പറഞ്ഞത്. ദുനിയാവ് ശാശ്വതമല്ല. അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്നവർ യോജിപ്പിലെത്തണേ. ഫോൺ വിളിക്കാത്തവർ പരസ്പരം വിളിക്കണേ. ഖൈറിന്റെ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കണേ. ഉമ്മയും ബാപ്പയും പിണങ്ങിയവരുണ്ടോ? ഭാര്യയും ഭർത്താവും മിണ്ടാത്തവരുണ്ടോ? അയൽവാസികൾ, നാട്ടുകാർ, ഈ പരിസരത്ത്, ഈ മഹല്ലത്ത് പരിസരത്തിൽ നമ്മൾ മിണ്ടാതെ വാശി പിടിച്ച് നിൽക്കുന്ന ആളുണ്ടോ? നമ്മളാരും എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് ഒരു ധാരണയുമില്ല. അതുകൊണ്ട് അഹങ്കരിക്കാതെ എല്ലാവർക്കും വിശാലമായ മാപ്പിന്റെ ലോകം തുറന്ന്, അഫുവിന്റെ ലോകം തുറന്ന്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ദുആരക്കാൻ അല്ലാഹു നമുക്ക് ധാരാളം വർഷങ്ങളിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ ഏറ്റെടുക്കട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ.